ലോകത്തിനിന്നും അത്ഭുതമാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയയിൽ നടക്കുന്നതൊന്നും ലോകരാജ്യങ്ങൾ അറിയാറില്ല. ഏറെ പങ്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ അവിടുത്തെ മാധ്യമങ്ങളാണ് ചില വാർത്തകളെങ്കിലും ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഉത്തര കൊറിയയിൽ ഏകാധിപതിയായ കിം ജോങ് ഉൻ തിമർത്ത് വാഴുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ഉത്തര കൊറിയയിൽ നിന്ന് ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നത് ചോദ്യമാണ്. ഉത്തര കൊറിയയ്ക്ക് വരാനിരിക്കുന്നത് ഒരു വനിതാ ഏകാധിപതിയാണ് എന്നാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ കിം ജോങ്ങിന് പിൻഗാമിയായ സഹോദരിയല്ല, സ്വന്തം മകൾ തന്നെ എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. അതായത് ഉത്തര കൊറിയയുടെ ഏകാധിപതിയായി കിം ജോങ് ഉന്നിന്റെ മകൾ എത്തുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പിൻഗാമിയായി മകൾ കിം ജൂയിനെ പ്രഖ്യാപിക്കാൻ കിം ജോങ് ഉൻ ഒരുങ്ങുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. നയപരമായ കാര്യങ്ങളിൽ അടക്കം കിം ജൂയിന് പ്രത്യേക അധികാരങ്ങൾ നൽകി തുടങ്ങിയത് ചൂണ്ടിക്കാട്ടിയാണ് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഈ വാദം. വരാനിരിക്കുന്ന വർക്കേഴ്സ് പാർട്ടി സമ്മേളനത്തിൽ ഇത് സംബന്ധിയായ നിർണായക പ്രഖ്യാപനം ഉണ്ടാകും എന്ന ചില വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. നേരത്തെ കിം ജു പലപ്പോഴായി ആയുധ പ്രദർശനത്തിനും സൈനിക പരേഡിനും കിം ജോങ് ഉന്നിനൊപ്പം എത്തിയിരുന്നു. പൊതുപരിപാടികളിലെ കിം ജുവിന്റെ സാന്നിധ്യം കൂടുന്നതാണ് സ്ഥാനക്കൈമാറ്റത്തിന്റെ അടയാളമായി വിലയിരുത്തപ്പെടുന്നത്. കിമ്മിന്റെ ആരോഗ്യസ്ഥിതി ആശങ്കയിലാണ് എന്ന് നേരത്തെ നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ സമയങ്ങളിൽ കിമ്മിന്റെ സഹോദരിയായ കിം യോ ജോങ് അധികാരത്തിലേക്ക് എത്തുമെന്നായിരുന്നു അന്തർദേശീയ തലത്തിൽ തന്നെ വന്ന വാർത്തകൾ. എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ തള്ളുന്നതാണ് നിലവിലെ സൂചനകൾ. സഹോദരിയെയല്ല, മകളെയാണ് കിം പിൻഗാമി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. കിം ജോങ് ഉന്നിന്റെ ഏറ്റവും വിശ്വസ്തയായ അനുയായികളിൽ ഒരാളാണ് സഹോദരി കിം യോ ജോങ്. കിമ്മിനേക്കാൾ ക്രൂരയാണ് സഹോദരി എന്ന തരത്തിൽ നേരത്തെ വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ കൗമാരക്കാരിയായ മകളുമായുള്ള കിമ്മിന്റെ പരിപാടികളിലെ സാന്നിധ്യം സഹോദരി പിൻഗാമിയാകാനുള്ള സാധ്യതകളെ ഇപ്പോൾ തള്ളുകയാണ്. ഫെബ്രുവരി അവസാനത്തിൽ നടക്കുന്ന വർക്കേഴ്സ് പാർട്ടി യോഗത്തിൽ പിൻഗാമിയെ പ്രഖ്യാപിക്കും എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കൈമാറുന്നത്.